ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം, തലവേദന വരുമ്പോ, അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടം കച്ചവടത്തിൽ വരുമ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മളെ ഉമ്മമാര് എവിടെങ്കിലും പോയി കളയും. പോകുന്ന സ്ഥലം എവിടെയാ നോക്കൂല. എവിടെങ്കിലും ഉണ്ട് ഒരാൾ ഇരിക്കുന്നത്. ചിലപ്പോൾ കണിശനാകും, ചിലപ്പോൾ ജ്യോത്സ്യനാകും, ചിലപ്പോൾ മുസ്ലിയാർ എന്ന പേരിൽ ഇരിക്കുന്നവനാവും, ചിലപ്പോൾ തങ്ങൾ എന്നുള്ള പേരിൽ ഇരിക്കുന്ന ആളുകൊണ്ട്. എല്ലാ തങ്ങന്മാരും അങ്ങനെയാണെന്നോ എല്ലാ മുസ്ലിംമാരും അങ്ങനെയാണെന്നോ എല്ലാം പറഞ്ഞിടത്തും. സുബ്ഹാനല്ലാഹ്. പോയാൽ ഇവിടെ ഷറഇനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല. പഠിച്ച് എൻ്റെ അടുത്ത് പഠിച്ചൊരു കുട്ടി ഹാഫിളാണ്. അദ്ദേഹം നല്ല ജോലിയുള്ള ആളാണ്. അദ്ദേഹം എനിക്ക് ഒരു വോയിസ് ഇട്ടു. ഒരു സ്ഥലത്ത് ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകളൊക്കെ അങ്ങനെ പോകുന്നത്. അങ്ങനെ എന്റെ ബാപ്പയും ഉമ്മയൊക്കെ പോയി. ഉസ്താദെ, ഞാൻ പോയിട്ടില്ലായിരുന്നു, എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി. അവിടെ ചെന്നപ്പോ ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെ. ആ കുട്ടി ഉറക്കിൽ മൂത്രമൊഴിക്കും. അപ്പൊ ഈ മൂത്രമൊഴിക്കലൊന്നും ഇല്ലാതെയാണോ? അതിന് ഇയാളോട് പറയും. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഈ മൂത്രമൊഴിക്കൽ ഇല്ലാതെയാകാൻ ഒരു പരിപാടി. അതെന്താണ്? കുറച്ച് അരി, നമ്മൾ കഞ്ഞിയും ചോറൊക്കെ വെക്കുന്ന അരി, അത് കൊണ്ടുവന്ന് ഈ കുട്ടി ഉറങ്ങുമ്പോ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അന്നും മൂത്രമൊഴിച്ച് ചെയ്ത് വെക്കുക. എന്നാൽ ആ അരി അങ്ങനെ തന്നെ കൊണ്ടുപോയി കഞ്ഞിയാക്കിയിട്ട് കുടിക്കുക. അരി കഴുകാൻ പാടില്ല. കഴുകാതെ ഈ മൂത്രം പുരണ്ട അരി കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിക്കുക. അദ്ദേഹം ആയത്തും ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദിക്ർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതാണ് ശൈത്താന്റെ ചതി, മക്കായിദ് ശൈത്താൻ, ശൈത്താന്റെ കെണിവലകൾ. അതിന്റെ ഹരി അതാ ദിക്റല്ലേ പറഞ്ഞിരുന്നത്, സലാത്തല്ലേ പറഞ്ഞിരുന്നത്, ഖുർആനല്ലേ പറഞ്ഞിരുന്നത്. അത് പറയുന്നതിന്റെ ഇടയ്ക്ക് മോമിനായ മനുഷ്യനെ കൊണ്ട് നജസ് നിൽക്കാനുള്ള പരിപാടിയാണ്. നജസ് വയറ്റിലേക്ക് പോയാൽ ആ മനുഷ്യന്റെ ആത്മീയത മുഴുവനും തകരുകയാണ്. നജസ് വയറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ നജസാണ് അന്യന്റെ ഹക്ക്, വലിയ നജസാണ് കള്ള്, വലിയ നജസാണ് ബ്രാൻഡി, വലിയ നജസാണ് വിസ്കി, വലിയ നജസാണ് ചാരായം. അതുപോലുള്ള നജസുകൾ വയറ്റിലെത്തിയാൽ ആ മനുഷ്യന്റെ ആത്മീയത തകരും. അത് തകർക്കാൻ വേണ്ടി ശൈത്താൻ കൊണ്ടുവരുന്ന കെണിവലകളാണ്. അപ്പോൾ ചിലപ്പോ അത്തരം ചില സംഗതികളും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ദജ്ജാൽ എത്ര വലിയ അത്ഭുതം പ്രകടിപ്പിക്കും. പക്ഷേ ഇസ്ലാമിന്റെ വിശ്വാസത്തോടും കർമ്മത്തോടും അവൻ യോജിക്കൂല. അപ്പൊ നമുക്ക് അംഗീകരിക്കാനും പറ്റൂല. ഇരിക്കട്ടെ ഒന്നത്. രണ്ടാമത്തത്, ചെന്ന ആളോട് ഉടനെ തന്നെ, നിനക്ക് നിന്റെ ഭർത്താവിന്റെ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യന്റെ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠന്മാരിൽ ആരോ ഒരാൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഇതും ശൈത്താന്റെ ഏർപ്പാടാ. അതിനാ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്ത് കടക്കൂല. കുടുംബബന്ധം ഇവനെ കൊണ്ട് മുറിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. നിന്റെ ജ്യേഷ്ഠൻ നിനക്കെന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെ നിന്റെ അമ്മായി ചെയ്തിട്ടുണ്ട്, അല്ലെ അമ്മോശൻ ചെയ്തിട്ടുണ്ട്. ബന്ധം മുറിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇത് ശൈത്താന്റെ ഒരു പരിപാടിയാണ്. ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് ഏർപ്പാടിനിരിക്കുന്നവർ. ഒരിക്കലും മുസ്ലിമീങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളോട് ചോദിക്കണം, ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം. നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം. ഇല്ല എന്ന് പറഞ്ഞാൽ കാണാത്തത് പറയൽ ജായിസാവോ എന്ന് ചോദിക്കണം. ഇല്ല, പിന്നെ എങ്ങനെ പറഞ്ഞേ? കാണാണ്ട് എങ്ങനെ പറഞ്ഞേ? ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ചോദ്യം ചെയ്യപ്പെടും. അറിയാതെ, ബോധ്യമില്ലാതെ ഒരു കാര്യവും പറയാൻ പാടില്ല എന്ന് ഖുർആനാണ്. പറയാൻ പാടില്ല. അതേ സമയത്ത് ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് സിഹ്ർ ബാധിച്ചിട്ടുണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ പറയുന്നവൻ, അങ്ങനെ ഒരു സിഹ്റുണ്ടെന്ന ഒരു ബോധ്യം, അല്ലെങ്കിൽ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ഭാവന അദ്ദേഹത്തിന് വന്നാൽ സിഹ്ർ ബാത്തിലാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയല്ലാതെ അഡ്രസ് വെച്ചിട്ട് നിന്റെ അമ്മായി ചെയ്തു, അമ്മോശൻ ചെയ്തു, കുടുംബക്കാര് ചെയ്തു, അയൽവാസി ചെയ്തു, നിന്റെ കൂട്ടുകാരനായ കച്ചവടക്കാരൻ ചെയ്തു, നിന്റെ തൊഴിലാളി ചെയ്തു, നിന്റെ മുതലാളി ചെയ്തു എന്നിങ്ങനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരെ അകറ്റിക്കളയുന്ന വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അവനെയും പിശാച് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, യാതൊരു വിഷമവുമില്ലാത്ത ചിലർ ഇത്തരത്തിലുള്ള ചിലരെ സമീപിച്ചിട്ട് അവര് നിനക്കൊരു സിഹർ കുടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവനൊരു മാനസിക രോഗിയാവുകയാണ്. അവന്റെ മനസ്സിൽ അതാ മാനസിക രോഗിയാവുകയാണ്. എനിക്കെന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. ആ ധാരണയോടുകൂടെ ജീവിക്കുമ്പോൾ അവന്റെ തവക്കുൽ നഷ്ടപ്പെടുകയാണ്. അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി, അള്ളാഹ് തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ എന്ന ബോധത്തോടെ അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്നുവെങ്കിൽ അവന് നല്ല ആരോഗ്യം ലഭിക്കുമായിരുന്നു. അതിന് പകരം അവന്റെ മനസ്സ് പതറിപ്പോയി. ഏതൊരു വണ്ടിയും ഡ്രൈവർക്ക് പതറിപ്പോയാൽ പിന്നെ വണ്ടി നിയന്ത്രിക്കാൻ കഴിയൂല. ഇതുപോലെ മനസ്സിന് ഇത്തരത്തിലുള്ള ഒരു സംശയം കുടുങ്ങി, അത് ടെൻഷനായാൽ ശരീരമാസകലം വേദനയുണ്ടാകും, കൈകാല് വേദനിക്കും, തലവേദനയുണ്ടാകും, ഊരവേദനയുണ്ടാകും. കാരണം ഡ്രൈവർ പതറിയിട്ടുണ്ട്. ഇനി ഈ വണ്ടി നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, റൂഹാണ് ഡ്രൈവർ, ശരീരം ബോഡിയാണ്. ആ ഡ്രൈവർ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. ഒരു ശർറും സംഭവിക്കൂല.
നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ടല്ലോ, അഊദു ഓതിയതിനു ശേഷം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെയും വൈകുന്നേരവും ഒരു 7 പ്രാവശ്യം നിങ്ങൾ ഓതിക്കോളൂ. ഏത് മുസീബത്തിനും കാവൽ ലഭിക്കാൻ കാരണമാണ്. അതുപോലെ ബിർദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോളൂ. ഏത് മുസീബത്തിൽ നിന്നും കാവലുണ്ടാകുന്ന ദിക്റുകൾ അതിലുണ്ട്. അത്തരം ദിക്റുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം. ഖുർആൻ ജീവിതത്തിൽ ധാരാളം ഓതാൻ നോക്കണം. അതുപോലെ നല്ല നല്ല സദസ്സുകളിൽ നല്ലവരുടെ കൂടെ പങ്കെടുക്കണം. ആലിമീങ്ങളെ ആദരിക്കണം, സയ്യിദന്മാരെ പ്രിയം വെക്കണം, ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച്, അവൻ തന്ന ബ്രെയിന്, അവൻ തന്ന കരല്, അവൻ തന്ന ഹാർട്ട്, അവൻ തന്ന കിഡ്നി, അവൻ തന്ന അവയവങ്ങൾ, കയ്യും കാലും മൂക്കും നാക്കും എല്ലും പല്ലും തോലും എല്ലാം തന്ന റബ്ബുണ്ടല്ലോ. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ആ റബ്ബ് കൽപ്പിച്ച നിസ്കാരം കൃത്യമായി അങ്ങ് നിസ്കരിക്കണം. അവൻ കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കണം. കഴിവുള്ളവർ അവരുടെ കഴിവനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. അതുപോലെ നോമ്പെടുക്കേണ്ടവരത് എടുക്കണം. ഹജ്ജ് ചെയ്യേണ്ടവരത് ചെയ്യണം. അതുപോലെ കുടുംബ ബന്ധം ചേർക്കണം. അതുപോലെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം. സാധുക്കളെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, അവരുമായി ബന്ധപ്പെടണം. അതുപോലെ നമ്മൾ അല്ലാഹുവിന്റെ ദീന് ഹഖായ നിലയ്ക്ക് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അത്